ഈ പറഞ്ഞ എം നമ്പ്യാരുടെ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മാമാമ്പക്കം പോലെ. അതുപോലെ കെട്ടിവെച്ചേക്കാണ്. എന്താണ് അതിൻ്റെ അകത്തുള്ളത്, എന്താണ് നടക്കുന്നത് ഇവിടെ നാട്ടുകാർക്കറിയാം. ഇവിടെയുള്ള ആരെങ്കിലും അറിയോ എന്ത് ഏർപ്പാടാണിത്? അപ്പൊ അങ്ങനെ ഒരു ദുരൂഹമായ രീതിയിലാണ് നിൽക്കുന്നത്. ഇത് വ്യക്തമാകണം. ഈ ബിൽഡിങ്ങിനൊക്കെ എങ്ങനെയാണ് നമ്പർ കിട്ടിയത്? ഇവിടെ എങ്ങനെയാണ് ഈ വ്യവഹാരങ്ങൾ നടക്കുന്നത്? ഇവിടെയുള്ള പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയുടെ അളവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതെല്ലാം പയ്യെ പയ്യെ പുറത്തേക്ക് വിടും. അപ്പൊ അതുകൊണ്ട് പേടിപ്പിക്കാൻ നോക്കണ്ട. പേടിപ്പിക്കലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പണി. നമുക്കാർക്കും ഒരു പേടിയില്ല. ഇക്കാര്യത്തിൽ വളരെ സുവ്യക്തമായി പറയുന്നു. ഈ പ്രക്ഷോഭത്തിന്റെ അടുത്ത് നല്ല ചങ്കുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇനി ഞങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടാവും. ഈ കേസുകളിലൂടെ നടന്നാണ് ഈ പ്രസ്ഥാനത്തിലൊക്കെ ഇതേപോലെ എത്തിയിട്ടുള്ളത്. രാത്രി കാണുമ്പോൾ വിറച്ച് വീണവരല്ല. രാത്രിക്ക് മുന്നിലൂടെ തന്നെ നടന്നു വന്ന് പോരാട്ട സമരങ്ങളിൽ ഒരടി പതറാതെ മർദ്ദനമേറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടം നയിച്ചവരാണ്. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അതുകൊണ്ട് ഏമാനിത് മനസ്സിലാക്കി, വളരെ വിനയത്തോടെ പറയുന്നു, ഏമാനിത് മനസ്സിലാക്കണം, യജമാനിത് മനസ്സിലാക്കണം. ഈ പ്രജകൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രജകളുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ രാജാവിനെ മാറ്റണോ എന്ന് പ്രജകൾ തീരുമാനിക്കേണ്ടി വരും. നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കേണ്ടി വരും. ഇവിടെ ഞങ്ങൾ കുത്തിയിരിക്കും. ഒരു വ്യവഹാരം അങ്ങോട്ടും നടക്കില്ല. ഇത് വളയും. ജനാധിപത്യത്തിലേക്കാ, പേടിപ്പിക്കാനൊന്നുമില്ല. ഈ അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആരെയും ഞങ്ങൾ ഭയപ്പെടുത്തുന്നൊന്നുമില്ല. എല്ലാവർക്കും ജനാധിപത്യപരമായ അവകാശമുണ്ട്, ബിസിനസ് ചെയ്യാൻ അവകാശമുണ്ട്, വ്യവഹാരങ്ങൾ നടത്താൻ അവകാശമുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കാം. ആ വ്യവഹാരങ്ങൾ ജനങ്ങളുടെ മെക്കിട്ട് കയറിക്കൊണ്ടാകരുത് എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. ജനങ്ങളുടെ മെക്കിട്ട് കയറിക്കൊണ്ടാകരുത്. ഇവിടെ ജീവിക്കുന്ന, ഇവിടെ സ്ഥലം വാങ്ങിയിട്ടുള്ള, ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള മനുഷ്യർക്കാകെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉറപ്പുവരുത്തണം.